ഹലോ ഫ്രണ്ട്സ്, ഒരു അടിപൊളി സോയ ചങ്ക്സ് റോസ്റ്റിന്റെ റെസിപ്പി നോക്കിയാലോ. അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 3 സവാള ചോപ്പ് ചെയ്തെടുത്തത്, 2 തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് സോയ ചങ്ക്സ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒക്കെ വേവിച്ചെടുത്താൽ മതിയാവും. സോയ ചങ്ക്സ് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഗ്രേവി തയ്യാറാക്കാം. അതിന് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് നമുക്ക് ഈ സവാള ഉപ്പും ചേർത്ത് സോട്ട് ചെയ്തെടുക്കാം. സവാള ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് മൈദ, ശകലം അരിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് കുറച്ചാക്കി എല്ലാം പൊരിച്ചെടുക്കാം. ഇതൊരു ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതെല്ലാം വറുത്ത് കോരി മാറ്റാം. ഇത് നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നേരത്തെ വറുത്ത് കോരി മാറ്റിയ സോയ ചങ്ക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.